എന്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ. അമ്മമ്മ കറുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കറുത്ത കൊണ്ടുവന്നിട്ടുണ്ട്. കറുത്തതാ കണ്ടോ കണ്ടോ പഴുത്ത കറുത്തിട്ട്. ഇതിപ്പോ രണ്ടെണ്ണുണ്ടല്ലോ. കറുത്ത കറുത്ത ചാടിച്ചു കൊണ്ടുപോകും. 3 കിട്ടിയോ? ഒന്ന് പച്ചേ എടുക്കലോടെ കാലുവേദന വന്നു തുടങ്ങി. ഇപ്പൊ കാലുവേദന ഭയങ്കര വേദന. ഇന്നിപ്പോ ബാങ്കിൽ നിന്ന് വന്നിട്ടേ പൈസ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ടേ അവർ വിളിച്ചു. അങ്ങനെയെങ്കിലും നിങ്ങൾ പൈസ എങ്ങനെ അടക്കി. ഇപ്പം എന്താ ചെയ്യുക? ഒരേ കാര്യങ്ങളല്ലേ, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മാറി കിട്ടുന്നില്ലല്ലോ. ഒക്കെ ശരിയാക്കോളും. മക്കളെ അമ്മ പണിയേരി വന്നപ്പോഴേ കറുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആരെ വിളിച്ചത്? ഞങ്ങൾ 2 കൊല്ലമായിട്ട് കേസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബാങ്കിൻ്റെ ഒരു കട ഉണ്ട്. നമുക്ക് ആകെയുള്ള കട എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ കട, പിന്നെ നമ്മൾ വീട് പണിക്കുള്ള കുറച്ച് കടങ്ങളുണ്ട്. അതന്നെ കേട്ടോ. പിന്നെ ഒരു വീടാവാൻ വേണ്ടിയിട്ട് ഈ പാവം ഈ ഒരു അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ, അധ്വാനിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിയണ കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ അമ്മ പണിയേരി വന്നപ്പോൾ നല്ല അടിപൊളി നാടൻ കറുത്ത, നാടനാണെങ്കിൽ വിദേശിയാണെന്ന് അറിയില്ല കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. അടിപൊളി കറുത്ത ഞാൻ ചെത്തി തിന്നണം. അപ്പോൾ വീട്ടിലെത്തിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഇതിനൊക്കെ ഈ പണിക്കൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. സിമെൻറ്റും ഇതൊക്കെ കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്, കല്ലേറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല. അതുകൊണ്ടാട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാത്തത്. പിന്നെ പറഞ്ഞാൽ ഞാനായിട്ട് തന്നെ അങ്ങനെ പോവുകയാണ്. കുറേ തുറന്ന് പറഞ്ഞിട്ട് നമ്മളെ സങ്കടങ്ങൾ മറ്റുള്ളവരും കൂടി അതൊരു ബുദ്ധിമുട്ടിക്കാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. കൂട്ടുകാരെ, ഇതിൻ്റെ ലോകമാണ് കേട്ടോ. ലോകം എനിക്കിവിടെ ഭയങ്കര ഒരു പോസിറ്റീവാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലറിയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴുള്ള സന്തോഷം ഇന്ന് വേറെ കേട്ടോ. എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വിശ്വാസമാണല്ലോ. എൻ്റെ ആദ്യത്തെ ദൈവം എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാത്തിനും ഒരു പ്രചോദനം കേട്ടോ, ഒരു ധൈര്യം, ജീവിക്കാനുള്ളൊരു ധൈര്യം തന്നെ. കാരണം 2 പെൺമക്കളെ എത്രയും കാലമായിട്ട് വളർത്തി നോക്കി പൊന്നുപോലെ നോക്കിയത് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു അമ്മയാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ. ഇന്നും പണിക്ക് പോവുകയാണ്. ഞാനൊക്കെ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാടും എൻ്റെ ഇവിടുത്തെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വേണ്ടിയിട്ട് അമ്മേനെ ഒന്ന് സ്വസ്ഥത ആക്കണം, ഒരു പണിക്കൊന്നും പോവാതെ ആക്കണം എന്നൊക്കെയുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. പിന്നെ നമ്മളൊരു വലിയൊരു കണ്ടൻറ് ക്രിയേറ്റർ അല്ലാത്തതുകൊണ്ടും, പിന്നെ ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. ആളുകളുടെ സപ്പോർട്ട് കുറവ് പോലെ നമുക്കധികം വ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഒന്ന് വ്യൂസൊക്കെ ഒന്ന് ഉണ്ടാക്കി സപ്പോർട്ടാക്കണം കേട്ടോ. ഞാൻ എന്നും ഒരു യൂട്യൂബിൽ തുടരും എന്നുള്ളൊരു ഇതൊന്നും ഞാൻ പറയണില്ല. കാരണം ഒരുപാട് കഷ്ടപ്പാടും ഇതിനൊക്കെയാണ്, അധ്വാനിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഏട്ടൻ്റേതായ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഹെൽപ്പ് ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റില്ലല്ലോ. ഏട്ടൻ്റെ കാര്യങ്ങളോ ഏട്ടൻ്റെ കുടുംബത്തിൻ്റെ നോക്കാൻ തന്നെ ഏട്ടൻ്റെ കയ്യിൽ പൈസ കിട്ടാത്തൊരവസ്ഥ കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ദിവസം പണിയുണ്ട്. പക്ഷേ ആ ഒരു പണിയെന്ന് പറഞ്ഞാൽ കൂലിപ്പണിയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് കാലുവേദനേൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങിയത്, അച്ചാറിൻ്റെ ബിസിനസ്. അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് വിൽക്കലും ഇതാക്കെ തുടങ്ങിയപ്പോൾ തന്നെ അമ്മയ്ക്ക് അലർജീൻ്റെ പ്രശ്നം വന്നു. പൊടി മൂക്കിലടിച്ചിട്ട് അങ്ങനെ ഭയങ്കര ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നവിടെ അതങ്ങനെ നിർത്തിയിട്ടോ. വീടുകളിൽ കൂടെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും കാലുവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ഇതായി. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ചൊക്കെ കാലുവേദനയൊക്കെ മാറിയില്ല. ആ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മേൻ്റെ കാഴ്ചക്കുറവിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മ ഏതായാലും നമ്മളൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കും ആളുകളെന്നുള്ള പ്രതീക്ഷയിൽ ഒരു വീഡിയോ ഇടല് തുടങ്ങി കേട്ടോ. 1-2 വീഡിയോ ഒക്കെ ഇതിൽ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ചെറിയ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടല് തുടങ്ങി കേട്ടോ. അങ്ങനെ കിട്ടല് തുടങ്ങിയപ്പോൾ വീണ്ടും അവരെന്നെ റിപ്പീറ്റ് കസ്റ്റമേഴ്സായി മാറി.
നമ്മുടെ അച്ചാറുകൾ. പിന്നെ അങ്ങനെ അത് അധികം ആവശ്യമൊന്നുമില്ലല്ലോ, ഓരോ കിലോ അച്ചാറൊക്കെ അല്ലേ. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ റിസ്ക്കും ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അച്ചാറിന്. അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണിയപ്പം അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ആൾ തന്നെ ആയതുകൊണ്ട് ഫുഡും തന്നെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റുള്ള ആളാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അതിലൊരു കുറവോ കാര്യങ്ങളും വരാൻ പാടില്ല എന്നൊരു ചിന്താഗതിക്കാരിയാണ് കേട്ടോ എൻ്റെ അമ്മ. അതുപോലെ തന്നെ ഇതുവരെ ഇന്ന് വരെ നമുക്ക് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും പഠിച്ചത് വരെയായിട്ട് തന്നിട്ടില്ല കേട്ടോ. കാരണം എല്ലാ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട്. എവിടെയും ഒരു പട്ടിണി കിടക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കടവും കള്ളിയും അതില്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്തില്ല, ഏത് മനുഷ്യന്മാർക്കും ഉണ്ടാവും. പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടി അമ്മേനെ ഒരു കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മക്കളൊക്കെ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ജോലി, അല്ലാതെ എപ്പോഴും ഈ ഒരു യൂട്യൂബ് കൊണ്ട് തുടർന്ന് അതിൽ തന്നെ മുന്നോട്ട് പോകണം അങ്ങനെയുള്ള ചിന്താഗതിക്കാരിയൊന്നുമല്ല കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അച്ചാറിൽ നമ്മൾ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യത്തിന് വേണ്ട സുർക്ക കാര്യങ്ങൾ കുറേ 4 കഷ്ണം ഇതിലും കുറേ ഒരു സുർക്ക വെള്ളം ആയിട്ടുള്ളതുള്ള അച്ചാറൊന്നുമല്ല കേട്ടോ. ആവശ്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അച്ചാറാണ് നമ്മൾ, നല്ല തിക്കോട് കൂടി നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള അച്ചാറാട്ടോ നമ്മളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാട്ടോ. ഇപ്പോഴും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്കിത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ മിത്ര ചിത്ര എന്നൊരു എൻ്റെ പേജും കൂടി ഉണ്ട്. അതിലാണ് നമ്മൾ മെയിനായിട്ട് അച്ചാറിൻ്റെ കാര്യങ്ങൾ ചെയ്യാറ്. പിന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ സ്വന്തം പേജായ മലപ്പുറം തമ്പ്രു വ്ളോഗ് തന്നെയാണ് കേട്ടോ, അതിലും കാണിക്കാറുണ്ട് അച്ചാറിൻ്റെ. ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് അച്ചാർ മേടിക്കാൻ വരുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമാണ്. പക്ഷെ അച്ചാർ നമുക്ക് ആഴ്ചയിൽ അങ്ങനെ കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. അച്ചാർ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കൂടുതലായിട്ട് ആളുകൾ കണ്ട് അത് എല്ലാവർക്കും വേണം എന്നുള്ളൊരു ഓർഡർ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വരുമാന മാർഗ്ഗമായിരുന്നു കേട്ടോ. ഇപ്പം അമ്മ പറഞ്ഞല്ലോ, നമുക്കൊരു ലോണിന് നമ്മൾ 2 വർഷമായിട്ട് നമ്മുടെ ഇത് ചെയ്തിട്ടില്ല. 3ാമത്തെ വർഷം ഇപ്പോൾ അമ്മയോട് പറഞ്ഞത് അത് ജപ്തി നോട്ടീസിലേക്ക് വരുന്നതാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. ജപ്തി നോട്ടീസ് ഒന്നും ഒരിക്കലും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ, ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് എന്നുള്ളത്. ഇത്രയും പലിശ നമുക്ക് ആകെ വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 2,80,000 സംതിങ് അടച്ച് കഴിഞ്ഞ് തന്നെ നമ്മളത് കടം ക്ലോസ് ആവും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, അത്രയുള്ളൊരു ഇതിലാണ് ബുദ്ധിമുട്ടിലാണ് നമ്മൾ നടക്കുന്നത്. ഒരിക്കലും ഒരാളെ മുന്നിലും കൈ നീട്ടാനുള്ള ഒരു യോഗം പഠിച്ചോ ദൈവം സഹായിച്ച് അത് തരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടോ. എനിക്കും നിങ്ങൾക്കും ആർക്കും തരാതിരിക്കട്ടെ. അത് തരും. അങ്ങനെ വരുമ്പോഴേ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. എൻ്റെ കൂട്ടുകാരോട് പറയുന്നതാണ്, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ടാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണക്കാരായിരിക്കും ഒരു പക്ഷെ നമ്മളെ വീഡിയോ കാണുന്നത്, അവർ കംപ്ലീറ്റ് കാണുമെന്ന് എനിക്കുള്ള വിശ്വാസമുണ്ട് കേട്ടോ. കാരണം ഇന്ത്യയിൽ പച്ച മാർക്കായിട്ട് തന്നെ നിൽക്കാറുള്ളൂ. 100 പേര് കണ്ടാൽ തന്നെ അത് പച്ച ടിക്കിൽ തന്നെ നിൽക്കാറുണ്ട്. കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് എനിക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു കേട്ടോ. അതിന് മുന്നിൽ കൈ നീട്ടല്ല കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അച്ചാറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. ആരും പൈസ ആയിട്ടൊന്ന് സഹായിക്കുന്നുണ്ടോ. ഒരുപാട് കോള് വരും അമ്മയ്ക്ക്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, 2ാം ഘട്ടമാണ്, അങ്ങനെ ഇങ്ങനെ അത് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതൊന്നല്ല വേണ്ടത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾ. അമ്മ അറിയാം, ഞാൻ അമ്മനോട് പറയും, അമ്മ ഞങ്ങളൊക്കെ വലുതായി അമ്മയ്ക്കൊരു ജീവിതം വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അമ്മ അറിയേ അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മക്കളുണ്ടല്ലോ. ആ ഒരു വിശ്വാസമാണ് എപ്പോഴും. അങ്ങനെ എൻ്റെ അമ്മേനെ നോക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ദൈവം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ ആവശ്യമുള്ള ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ. കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാർ വിളിക്കുക. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ ചെയ്യുന്ന കൂട്ടുകാരെ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ മേശമെത്താൻ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അടുക്കിയൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴേ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. വന്നാൽ ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കും കേട്ടോ. ഇവിടെ നിൽക്കാതെ പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുന്നോട്ട് പോകുക, ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവരാണ്, അവരുടെ ഇഷ്ടങ്ങളിലാണ് എല്ലാ കാര്യങ്ങൾക്കും നടക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തുപോലില്ലാതെ ഒരു എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതേ പോലുള്ള ആളുകളായിരുന്നു മിക്ക വീട്ടിലെ മരുമക്കളും വീട്ടിലെ ആളുകളെന്ന് വിചാരിക്കണം.
അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം കണ്ട് സപ്പോർട്ടാക്കുക. അച്ചാർ വേണമെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അമ്മേനെ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട അച്ചാർ ഏത് വാങ്ങട്ടെ നമ്മൾ തയ്യാറാക്കി തരുന്ന കേട്ടോ. ജലദോഷം പിടിച്ചിട്ട് ആകെ മൂക്കൊക്കെ ആകെ അമ്പി പോയിട്ടുണ്ട് ഗൈസ്. എല്ലായിടത്തും ഇതന്നെയുള്ള പരിപാടി, ജലദോഷം കാര്യങ്ങളൊക്കെ. കാരണം എല്ലാവരും പെട്ടെന്ന് മാറട്ടെ എന്ന് അനുഭവിക്കുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാനിവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അധികം ഇപ്പോൾ വീഡിയോ ചിലപ്പോൾ നമുക്ക് എടുക്കാനും കാര്യങ്ങളും പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ 3 മക്കളാണ്. മക്കളെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് വേറെ എന്ത് കാര്യത്തിലേക്ക് ഞാൻ തിരിയാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ദിവസം കണ്ടൻ്റ് ഒന്നും ആയിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ ഇടാറില്ല. ഫാമിലി വ്ളോഗ് ആയിട്ടുള്ളത് വീഡിയോസും ഞാൻ ചെയ്യാറില്ല. എനിക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നത് വെച്ചിട്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്താ എന്നും വീഡിയോ ഇട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ചില സമയത്ത് ആ മൈൻഡ് മാറും കേട്ടോ. മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ചിരിച്ച് കാണിക്കുന്ന ആളാകുമ്പോൾ എന്നോട് എപ്പോഴും പറയും ഭയങ്കര പോസിറ്റീവാണ്. നമ്മളെ എല്ലാവരും മുന്നിൽ ചിരിച്ച് കാണിക്കുക. കാരണം എന്താണോ, നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മളെ മനസ്സിലല്ലേ, അത് എപ്പോഴാണോ വിങ്ങി പൊട്ടുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ഇല്ലാണ്ടാവും, തീരും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ പെരുമാറിയിട്ടുള്ളൂ കേട്ടോ. ആരോടും ഇനി വേറെ വല്ലവരും കണ്ടൻറ്റ് എടുത്തിട്ടോ വേറുള്ളൊരു വീഡിയോ കണ്ടിട്ട് റിയാക്ഷൻ ചെയ്തിട്ടോ ആരെയും ഇതുവരെ ഇതാക്കിയിട്ടുള്ള വീഡിയോസും റീച്ചിന് വേണ്ടിയിട്ട് ഇന്നുവരെ നമ്മുടെ മലപ്പുറം തമ്പുരു വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട്, സ്നേഹം ഒക്കെയാണ്. പിന്നെ ഏകദേശം ഞാൻ വീഡിയോസിൻ്റെ 3 മക്കളായ സമയത്തും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും ഡെലിവറി സ്റ്റേജ് മുതലുള്ള പ്രഗ്നൻറ്റ് മുതൽ ഡെലിവറി വരെയുള്ള കണ്ടൻ്റ് ആക്കി ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അന്നൊക്കെ എൻ്റെ പേഴ്സണലി ആയിട്ട് തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് പോകണ വീഡിയോസോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം നമ്മൾ 5ാം വർഷത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ മെയ് 28 ആകുമ്പോഴേക്കും നമ്മുടെ മലപ്പുറം തമ്പുരു വ്ളോഗ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. നിങ്ങളുടെ സ്നേഹം മാത്രം മതി എനിക്ക്, നിങ്ങളുടെ സപ്പോർട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നതായിരിക്കും. ഇനി എന്ന് വരെ സപ്പോർട്ട് ചെയ്ത ആളുകൾ സപ്പോർട്ടിലും വീഡിയോസ് കാണുന്നതിലും എല്ലാവരും മുഴുവനായിട്ട് കാണണമെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ പച്ച മാർക്ക് കത്താനുണ്ട്. അപ്പോൾ വീഡിയോ വ്യൂസൊക്കെ എനിക്ക് വളരെ കുറവാണ്. മാക്സിമം എല്ലാവരും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ അറിയാവുന്ന ആളുകൾക്ക്, ഈ പല ആളുകൾക്കും എന്നെ അറിയുന്നവർക്ക് തന്നെ എനിക്ക് യൂട്യൂബ് ഉണ്ട് എന്ന് ആർക്കും അറിയില്ല കേട്ടോ. കാരണം എവിടെ എത്തുന്നൊരു വീഡിയോ അല്ലല്ലോ, അധികം കണ്ടൻറ്റുള്ള വീഡിയോസും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് ഫാമിലിക്കോ ഫ്രണ്ട്സാക്കോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു 5 പേർക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്താൽ അത് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവട്ടോ. അതിന് വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ. മലപ്പുറം തമ്പുരു വ്ളോഗ് മലപ്പുറം ജില്ലയിൽ നിന്നല്ല പുറത്തെല്ലാവരും കാണുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാട്ടോ, നാളെ വരാട്ടോ. ഏതായാലും വീട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അതേപോലെ തന്നെ ഒപ്പം ഉള്ളൊരു സങ്കടവും ഉണ്ട്. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞല്ലോ, ബാങ്കിൻ്റെ ഈ ഒരു പ്രശ്നം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. അച്ചാർ വേണ്ട ആളുകൾ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു.